പ്രാരംഭമായിട്ടൊരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 10 and 11. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചേന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്നുത്തരം പറഞ്ഞു. സ്തോത്രം. നമ്മളിവ വായിച്ച വേദഭാഗം നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. പീലാത്തോസ് യേശു കർത്താവിനെ ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ യേശു ഉത്തരവൊന്നും പറയാതെ നിന്നു. പീലാത്തോസ് പറയാ, നിനക്കൊരു കാര്യം അറിയാമോ? നിന്നെ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നീ മറുപടി പറയുന്നില്ല. നിന്നെ ക്രൂശിപ്പാൻ എനിക്ക് അധികാരമുണ്ട്, അതല്ല നിന്നെ വെറുതെ വിടാനുമുള്ള അധികാരം എനിക്കുണ്ട് എന്ന് നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അന്നേരം കർത്താവ് വാ തുറന്നൊരു മറുപടി പറയുകയാണ്. കർത്താവ് പറഞ്ഞു, ഇതാണ്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. കർത്താവ് വളരെ വ്യക്തമായിട്ട് പീലാത്തോസിന് സന്ദേശം കൊടുക്കണം. പീലാത്തോസ്, നീ ഭരണാധികാരിയാണ്, നിനക്ക് അധികാര കസേരയുണ്ട്, ന്യായം വിധിക്കാനുള്ള പവർ നിനക്കുണ്ട്, നീ സമൂഹത്തിലും സൊസൈറ്റിയിലൊക്കെ വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ്. ശരിയാണ്, ഞാൻ നിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോണം, എൻ്റെ സ്വർഗത്തിലെ ദൈവം തന്നിട്ടല്ലാതെ, അനുവദിച്ചല്ലാതെ എൻ്റെ മേൽ നിനക്ക് ഒരു അധികാരവുമില്ലെന്നുള്ളൊരു കാര്യം നീ മനസ്സിലാക്കണം എന്ന് പീലാത്തോസിനോട് കർത്താവ് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ, വെല്ലുവിളികളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകാറുണ്ട്. പലപ്പോഴും പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ നമ്മളുണ്ടാക്കി വയ്ക്കുന്നതല്ല. നമ്മൾ കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവത്തെ ഉത്തരവാദിത്വം പറഞ്ഞൊരു കാര്യമില്ല. എന്നാൽ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി, അകാരണമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും പിന്നിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരമുണ്ട്, ദൈവത്തിൻ്റെ അനുമതി ഉണ്ട് എന്നുള്ള സത്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളെ പഴി പറയും, മറ്റുള്ളവരെ കുറ്റം പറയും. അങ്ങനെ ചെയ്തിട്ടാ, അല്ലെങ്കിൽ അവരന്ന് ഇരുന്നിട്ടാ, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞിട്ടാ, ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ പഴി പറയുകയും കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ചിലപ്പോൾ ചിലർ പറയും, എന്തോ പറയാനാ, വിധിയാ, വരാനുള്ളത് വഴി തങ്ങത്തില്ല, വന്നേ അടങ്ങൂ എന്ന് പറയും അല്ലേ. ഇതെല്ലാം നമ്മൾ ഒരു കാര്യം മറന്നു പോവുക, നമ്മുടെ മേൽ പൂർണ്ണ അധികാരം നമ്മുടെ സ്വർഗീയ പിതാവിനുണ്ട്. അവിടുന്ന് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മറന്നു പോകുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളായിരിക്കാം, നമുക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളായിരിക്കാം. ഏത് പ്രതിസന്ധിയാണെങ്കിലും നമ്മൾ അറിയാതെ, നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായി, ബിയോണ്ട് അവർ കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പലരും പറയാറുണ്ട്, എനിക്ക് നീതിയായിട്ട് കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഭരണാധിപരുടെ മിനിസ്ട്രി ചെയ്യുന്നവർക്കറിയാം, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നീതിയായോ സത്യസന്ധമായോ കാര്യങ്ങളൊന്നും നമുക്ക് സ്ഥാപിച്ച് കിട്ടാറില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ പീലാത്തോസ് പറഞ്ഞതുപോലെയുള്ള ചില ഭീഷണികൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ നിന്നെ കൊണ്ട് പോകൂ എന്ന് പറയുന്ന ശബ്ദമല്ലേ, നിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ടെന്ന് പറയുന്ന, അത് മനുഷ്യ ശബ്ദമാകണമെന്നില്ല. സാഹചര്യങ്ങൾ ഒരു പക്ഷേ നമ്മളെ വെല്ലുവിളിക്കും, രോഗങ്ങൾ ചിലപ്പോൾ നമ്മളെ വെല്ലുവിളിക്കും. ആ സമയത്ത് ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ പറയാൻ കഴിയും, പ്രശ്നമേ, രോഗമേ, അല്ലെങ്കിൽ എനിക്കെതിരെ നിൽക്കുന്ന പ്രതിസന്ധി ഏതുമായിക്കോട്ടെ, എൻ്റെ സ്വർഗത്തിലെ പിതാവ് അറിയാതെ എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നൊരു കാര്യം നമുക്ക് പറയാൻ കൊണ്ട് സാധിക്കും. ദൈവം പറയുന്നുണ്ട്, നമ്മുടെ തലയിലെ മുടികൾ പോലും സ്വർഗത്തിലെ ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. അതിലൊന്നും കൊഴിയുന്നെങ്കിൽ ദൈവം അറിയുന്നു. ഇത്ര മൈന്യൂട്ടായിട്ടുള്ള, ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നുള്ളൊരു ബോധ്യം ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. സങ്കീർത്തനത്തിൽ നമ്മളൊരു വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 37-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാം വാക്യം ഒന്ന് വായിക്കാമോ?
ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. ഈ വേദഭാഗം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ദ സ്റ്റെപ്സ് ഓഫ് എ റൈച്ചസ് മാൻ ആർ എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഓർഡൈൻഡ് ബൈ ദ ലോർഡ്. ഒരു ദൈവ പൈതലിൻ്റെ എല്ലാ മനുഷ്യരുടെയും കാര്യമല്ല പറയുന്നത്. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന ഒരു പൈതലിൻ്റെ ഓരോ സ്റ്റെപ്പും ഓരോ പടികളും സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടാണ്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ദൈവമാണ്, സ്ഥാപിക്കുന്ന ദൈവമാണ് എന്നുള്ള ഒരു വിശ്വാസം. അത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. റൈച്ചസ് മാൻ, നീതിമാനായി ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സ്വർഗത്തിലെ ദൈവം ഓർഡൈൻ ചെയ്തിട്ടുണ്ട്. അത് ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ചുവടുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമുക്കുള്ള കുഴപ്പം ഈ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത്. ഞായറാഴ്ച വരുമ്പം ദൈവനെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വളരെ റീചാർജ്ഡ് ആവും, വളരെ സന്തോഷത്തോടെ പോവും. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ, വീക്ക് ഡേയ്സിൽ, ജോലി സ്ഥലത്ത് പോകുമ്പോഴേ, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിൽ ഒക്കെ നമ്മളുടെ ആ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോകാറുണ്ട്. യുക്തിവാദികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ഭോഷത്വമാണെന്ന് ദൈവവചനം പറയുന്നു. ദൈവത്തെ അറിയാവുന്ന ഏത് വ്യക്തിക്കും അത് മനസ്സിലാകും. എന്നാൽ അവർക്കൊരു കൺസിസ്റ്റൻസി ഉണ്ട്. അവർ ഏത് സമയത്തും രാത്രിയിൽ ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും, അവർ രാവിലെ എഴുന്നേൽക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴെല്ലാം അവരൊരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക, ദൈവമില്ല. കാര്യം അവരതിനകത്ത് അങ്ങ് കൺസിസ്റ്റൻ്റാണ്. അവരുടെ ഓരോ മൂവ്മെൻറ്റും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന് അവർക്കറിയാം. അവരുടെ അറിയാതെ പോലും ദൈവമേ എന്നൊരു വാക്ക് വരാതിരിക്കാൻ അവർ വളരെ സൂക്ഷിക്കും. പക്ഷേ സത്യദൈവത്തെ കണ്ടുമുട്ടിയ ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. എൻ്റെ ദൈവം ജീവിക്കുന്നു. ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും 24/7 എന്നെ അറിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. എൻ്റെ വഴികളെ നിശ്ചയിക്കുന്ന സ്വർഗീയ പിതാവ് ഉയരത്തിൽ ജീവിക്കുന്നു എന്നുള്ളൊരു സാക്ഷ്യം നമുക്ക് ലോകത്തോട് പറയാൻ സാധിക്കുമോ? ഇരുട്ടിൽ ജീവിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ നമ്മളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സുവിശേഷം പറയുന്നതൊക്കെ നല്ല കാര്യം, എന്നാൽ അതിലുപരിയായി നമ്മുടെ ജീവിതം, നമ്മുടെ പ്രതികരണം, നമ്മുടെ വാക്കുകൾ എങ്ങനെയാണെന്ന് ലോകം ശ്രദ്ധിക്കുമ്പോൾ ഒരു ദൈവ പൈതലാണെങ്കിൽ ഓർക്കുക, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു മാത്രമാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ദൈവവചനത്തിൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ, ഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഒക്കെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും വീഴ്ചകളും എല്ലാം സത്യസന്ധമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ദൈവവചനം. ഒന്നും മറച്ചു വച്ചിട്ടില്ല. മനുഷ്യരെഴുതുന്ന പുസ്തകങ്ങളൊക്കെ ആണെങ്കിൽ അവർ നല്ല വശം മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. എന്നാൽ എല്ലാ സാഹചര്യങ്ങളെയും വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ദൈവവചനം. വളരെ പ്രശസ്തമായ ഒരു ക്യാരക്ടറാണ് ജോസഫ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് മെസ്സേജുകളൊക്കെ ജോസഫിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക്, തന്നോട് അസൂയുള്ള തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് താൻ കടന്നു പോയപ്പോൾ ആ സഹോദരന്മാരെല്ലാവരും ഒരു കാര്യം തീരുമാനിച്ചു: ഇനി ഇവനെ ജീവനോടെ വെക്കണ്ട, അവനെ തട്ടിക്കളയാമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. എന്നാൽ ആ സമയത്തും അദൃശ്യനായ ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിച്ചു. നമുക്കറിയാം, അവനെ കൊല്ലുവാൻ അവരെ സമ്മതിച്ചില്ല. നമ്മൾ ഓർക്കണം, ആരാണ് നമ്മുടെ ജീവിതത്തിലെ ഇൻചാർജ്? നമ്മളറിയാതെ മനുഷ്യർ ഒരുക്കുന്ന കെണികളിൽ നിന്ന് പോലും നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. അത് കഴിഞ്ഞിട്ട് അവർ തീരുമാനിച്ചവനെ ഒരു പൊട്ടക്കിണറ്റിൽ ഇട്ടേക്കാം, അവിടെ കിടക്കട്ടെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് കിടന്ന് ചത്തുപൊയ്ക്കോളൂ എന്ന് അവർ വിചാരിച്ചു. അവൻ്റെ വസ്ത്രമെടുത്ത്, അപ്പം തയ്പ്പിച്ച് കൊടുത്ത അങ്കിയെടുത്ത് രക്തം മുക്കി അടയാളമായിട്ട് അവർ കയ്യിൽ സൂക്ഷിച്ചു. എന്നാൽ ആ സമയത്ത് മറ്റൊരു സ്ഥലത്ത് നമ്മളത് വായിക്കുമ്പോൾ അറിയാം, ഗിലെയാദിൽ നിന്ന് മിസ്രൈമിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘം, മിദ്യാന്യ സംഘം, ഈ യോസഫ് ഇവരവിടുന്ന് പോകുന്നതിന് മുൻപ് നോക്കുക, നമ്മളത് ജോഗ്രഫി നോക്കിയാൽ അറിയാം, ഗിലെയാദ് എന്ന് പറഞ്ഞത് ജോർദനിലുള്ളൊരു സ്ഥലമാണ്. മിസ്രൈം ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പഴയ കാലത്ത് ഒട്ടകപ്പുറത്ത് സാധനങ്ങളൊക്കെ കയറ്റി 100 കണക്കിന് മൈലുകൾ നടന്നു വരുന്ന ഒരു സംഘം ഈ പർട്ടിക്കുലർ മൊമെൻറ്റിൽ ജോസഫ് കിടക്കുന്ന ആ പൊട്ടക്കിണറ്റിനടുക്കൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ വാചനമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അദൃശ്യനായ ദൈവത്തിൻ്റെ കരം സകലത്തിൻ്റെയും പിന്നിൽ
പ്രവർത്തിക്കുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. 1 മണിക്കൂർ അവർ യാത്രയൊന്ന് ലെഷർ ചെയ്യാമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്താൽ ഈ പർട്ടിക്കുലർ സമയത്ത് മിനിറ്റുകൾക്കുള്ളിലാണ് ആ സ്ഥലത്ത് അവർ കണ്ടുമുട്ടുന്നത്. ചില മണിക്കൂറുകൾ കഴിഞ്ഞാണെങ്കിൽ അവർ കാണാൻ പറ്റത്തില്ല, അവൻ അവിടെ തന്നെ കിടക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ സകലതും നന്നായി നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യനായ ദൈവത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. തുടർന്ന് ഫറവോൻ്റെ ക്യാപ്റ്റനായ അകമ്പടി നായകനായ പൊത്തിഫേറിൻ്റെ ഭവനത്തിലേക്ക് തന്നെ ഈ ജോസഫിനെ വിൽക്കുന്നു. നോക്കുക, അവിടുന്ന് അവൻ കുറ്റാരോപിതനായിട്ട് ഫറവോൻ്റെ അപ്പക്കാരനും പാനപാത്രവാഹനും കിടന്ന അതേ തടവറയിലേക്ക് ജോസഫിനെ മാറ്റുന്നു. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകത്തില്ലായിരുന്നു. അവിടെ എല്ലാം ദൈവത്തിൻ്റെ അദൃശ്യമായ കരം അവിടെ ഉണ്ട്. ഈ പാനപാത്രവാഹൻ സ്വപ്നമൊക്കെ വിവരിച്ച് കിട്ടിയപ്പോൾ പറഞ്ഞു, ജോസഫെ വളരെ സന്തോഷം, ഞാൻ ചെന്നാൽ ആദ്യം നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞു. പോയി അവിടെ ചെന്ന് അവന് പോസ്റ്റൊക്കെ കിട്ടി. രാജാവിനെ കണ്ടപ്പം ജോസഫിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. അതാരാ അവനെ മറപ്പിച്ചതാരാ? ദൈവമാണ്. കാര്യം അവനൊന്ന് ഓർത്തായിരുന്നെങ്കിൽ നമുക്കറിയാം, ജോസഫിനെ അങ്ങനെ ഒരാളുണ്ടോ, ജോസഫോ, അവനെ പറഞ്ഞു വിട്ടേരെ, വണ്ടിക്കൂലിയും കൊടുത്ത് അവൻ്റെ പാട്ടിനുണ്ട്. എന്നാൽ അവൻ്റെ സമയത്ത്, യഥാർത്ഥമായ സമയത്ത് ഈ പാനപാത്രവാഹൻ ഓർമ്മ വന്നു. ദൈവത്തിൻ്റെ കരം കാണാൻ കഴിയുന്നുണ്ടോ ദൈവമക്കളെ? ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം കാര്യം, ദൈവം ഓരോ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ജോസഫിൻ്റെ സാക്ഷ്യമാണ് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്താ അവിടെ വായിക്കുന്നത്? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്ത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്കെതിരെ ദോഷമായിട്ട് വിചാരിക്കുന്നവരുണ്ടാകാം, പദ്ധതികൾ ഇടുന്നവരുണ്ടാകാം. എന്നാൽ ആ ജോസഫിനോട് ചേർന്ന് പറയാൻ കഴിയുമോ, ഇതെല്ലാം ഗുണമാക്കി തീർക്കുന്ന സ്വർഗത്തിലെ ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് ഭയം കടന്നു വന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള സംശയങ്ങളുണ്ടോ എന്ന് തോന്നാറുണ്ട്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ സംശയമായി. ഇപ്പം കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ല, ബിസി ആയിരിക്കും അല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ഓർക്കുക, അദൃശ്യനായ ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെ ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എസ്തറിൻ്റെ പുസ്തകത്തിൽ ദൈവം എന്നൊരു വാക്കുപോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ദ വേർഡ് ഗോഡ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ ബുക്ക് ഓഫ് എസ്തർ. പക്ഷേ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അദൃശ്യനായ ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കും. ഹാമാൻ എന്നൊരു മനുഷ്യൻ ദൈവഭക്തനായ മൊർദെഖായിയെ പരസ്യമായിട്ട് തൂക്കിക്കളയുവാനായിട്ട് 50 മുഴം ഉയരമുള്ള ഒരു കഴുമരമാണ്. 50 മുഴം. ഒരു മനുഷ്യനെ തൂക്കാൻ 15 മുഴം മതി, അല്ല 20 മുഴം മതി. എന്നാൽ പരസ്യമായിട്ട് ഈ മൊർദെഖായി തൂങ്ങി നിൽക്കുന്നത് സമൂഹം കാണണം, അവനെ അപമാനിക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചെങ്കിലും എന്തു സംഭവിച്ചു? അവൻ ഉയർത്തിയ 50 മുഴം ഉള്ള ആ കഴുമരത്തിൽ ആരാ തൂങ്ങിയതൊടുവില്ലേ? ഹാമാൻ തന്നെ. കാരണം എന്താണെന്ന്, രാത്രി രാജാവിന് ഉറക്കം വന്നില്ലെന്ന് നമ്മൾ വായിക്കുന്നത്. പക്ഷേ രാജാവിന് ഉറക്കം വരാതിരുന്നല്ല, സ്വർഗത്തിലെ ദൈവം ഉറങ്ങാൻ അനുവദിച്ചില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നിയാലും ദൈവമക്കളെ ഒരു കാര്യം ഓർക്കുക, ഹൂ ഈസ് ഇൻ ചാർജ് ഓഫ് അവർ ലൈഫ്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ സ്വർഗത്തിലെ ദൈവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരെയും നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കാണാറില്ല. യോസഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ പാനപാത്രകൻ മറന്നുപോയപ്പോൾ അവൻ്റെ ഉള്ളിൽ വിഷമം വന്ന് കാണും അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പലരും നമ്മളെ മറന്നത് നമ്മൾ ഓർക്കാറുണ്ട്. അതെല്ലാം അവർ മറന്നതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഉണ്ട്, എനിക്ക് ഇന്ന ആളുകളൊക്കെ എനിക്കുണ്ട്, ഇന്നതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ എനിക്കുണ്ട്, ഞാൻ സുരക്ഷിതനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയങ്ങൾ ചിലപ്പോൾ ദൈവം ഇതെല്ലാം എടുത്ത് മാറ്റിയെന്നിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടെന്നിരിക്കാം. എന്നാൽ അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കണം. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാവോ? ഐശയ്യാ ചാപ്റ്റർ 6 വേഴ്സ് 1. ഊസ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. മതി, നമ്മളോട് വായിക്കുകയാണ്. ഉസ്യ രാജാവ് മരിച്ച ആണ്ടിൽ. യെശയ്യാവ് പ്രവചനത്തിൽ യെശയ്യാവ് എഴുതുകയാണ്, ഉസ്യാവ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. നമ്മുടെ രാജാവിനെ കുറിച്ച് പഠിക്കുമ്പോഴേ
പല കാര്യങ്ങളും മനസ്സിലാക്കി. ഒരു 52 വർഷം യഹൂദ വംശത്തെ ഭരിച്ച ഒരു രാജാവ്, 52 ലോങ് ഇയേഴ്സ്. ഈ മനുഷ്യൻ എല്ലാ നിലയിലും ഒരു നല്ല രാജാവായിട്ട് ആ ദേശത്തിന് സംരക്ഷണം നൽകിയ ഒരു രാജാവായിരുന്നു. പല കാര്യങ്ങളും നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഈ ഫെലിസ്തീനെയും അറബ്സിനെയും എല്ലാം തോൽപ്പിച്ചു. താൻ വലിയ കൊട്ടളങ്ങൾ പണിതു, രാജ്യത്തെ സുരക്ഷിതമാക്കി. അതുപോലെ തന്നെ താൻ ആ സൈന്യത്തെ ശക്തീകരിച്ചു. തൻ്റെ പേര് വളരെയധികം പ്രശസ്തമായി. ആ രാജ്യം മാത്രമല്ല, അന്നത്തെ ഏൻഷ്യൻ്റ് വേൾഡിൽ ആ രാജാവിനെക്കുറിച്ചുള്ള അറിവ് വായിക്കുന്ന മിസ്രൈമിൽ പോലും തൻ്റെ പ്രശസ്തി പടർന്നു എന്നാണ് വായിക്കുന്നത്. ആളുകൾക്കൊക്കെ വളരെ സുരക്ഷിതത്വം തോന്നി. കൊള്ളാം, ഈ രാജാവ് കൊള്ളാം. അവസാനം തൻ്റെ ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ ചില സ്റ്റെപ്പുകൾ ഉണ്ടായതൊഴിച്ച് ബാക്കി താനൊരു രാജ്യത്തിന് നല്ല രാജാവ് തന്നെയായിരുന്നു. ജനങ്ങളൊക്കെ വിചാരിച്ചിട്ടാ ഈ രാജാവ് കൊള്ളാം, നമ്മൾ സുരക്ഷിതരാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇന്ന ആളുകളൊക്കെ ഭരിച്ചാൽ അല്ലെങ്കിൽ ഈ ഭരണം ഒന്ന് മാറിയാൽ അല്ലെങ്കിൽ ആ ആളുകൾ വന്നാൽ സുരക്ഷിതരാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം നമ്മളെ പല കാര്യങ്ങൾ അതിലൂടെ എല്ലാം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രതീക്ഷ അർപ്പിച്ച രാജാവ് എന്ത് സംഭവിച്ചു? താൻ 52 വർഷത്തെ ഭരണം കഴിഞ്ഞ് താൻ മരിച്ചു, താനങ്ങ് മാറി. അപ്പോൾ ആളുകൾക്ക് തോന്നി ഇനി എങ്ങനെ നമ്മുടെ കാര്യം, കഷ്ടമാണല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് യെശയ്യാവിന് ദൈവം കാണിക്കുന്നത് എന്താ? ഉയർന്നു പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. ദൈവം പറഞ്ഞ മെസ്സേജ് ഉണ്ട്, യെശയ്യാവേ, നീ കണ്ട സിംഹാസനവും ഭരണാധികാരികളെല്ലാം 5 വർഷം 50 വർഷം അല്ലെങ്കിൽ ഇത്ര നാളത്തേക്കുള്ളൂ, എന്നാൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിരിക്കുന്ന സ്വർഗീയ ദൈവമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യാശ. അതിലൊരു മാറ്റമില്ല. അത് ഇന്ന നാളുകൾക്ക് ശേഷം മാറുന്ന ഒരു ഭരണ സംവിധാനമല്ല, എന്നേക്കുമുള്ള സിംഹാസനത്തിൽ വസിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് എങ്ങനെയാണ് അവൻ്റെ ആധിപത്യം? എന്നേക്കുമുള്ള ആധിപത്യം. അവൻ്റെ രാജ്യത്വം തലമുറയായി നിലകൊള്ളുന്നു. നിശ്ചിത കാലത്തേക്കല്ല, എന്നേക്കും ആധിപത്യമുള്ള ഒരു സ്വർഗീയ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. നമ്മുടെ സെക്യൂരിറ്റി ലിസ്റ്റുണ്ട്. ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സെക്യൂരിറ്റി നൽകും, ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പ് തരും, ധൈര്യം തരും, ഇന്ന ആളുകൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബലമായി. ഇതെല്ലാം മാറിപ്പോയെന്നിരിക്കാം ദൈവമക്കളെ. മാറ്റമില്ലാത്തവൻ ഒരുവൻ മാത്രം, നമ്മുടെ കർത്താവ്. അവൻ എന്നേക്കുമുള്ള സിംഹാസനത്തിൽ വസിച്ച് നമ്മോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമുക്ക് കാണുന്ന ആ വ്യക്തികളിലോ സ്വാധീനമുള്ള ആളുകളിലോ ഒക്കെ പ്രത്യാശ വയ്ക്കുന്നത് മഠയത്തരമാണ്. കാരണം ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. മാറ്റമില്ലാത്തവനായി നമ്മുടെ കർത്താവുണ്ട്. ആ ഉറപ്പാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്. തൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഭക്തനായ ഇയ്യോബ് താടിക്ക് കൈ കൊടുത്തിരുന്നെന്നല്ല വായിക്കുന്നത്. അവൻ സാഷ്ടാംഗം വീണു ദൈവത്തെ അതെങ്ങനെ സാധിക്കുന്നത്? എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴും അത്യുന്നതനായ അധികാരിയായ ദൈവത്തെ വണങ്ങി സ്തുതിക്കുവാൻ കഴിയുന്നതാണ് ദൈവ പൈതലിൻ്റെ സ്വഭാവം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് അതുകൊണ്ടാണ് ദൈവം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും കണ്ടു, മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് ആരെല്ലാം എന്തെല്ലാം പറഞ്ഞുകൊള്ളട്ടെ, എന്തെല്ലാം മാറ്റങ്ങൾ വന്നുകൊട്ടെ, ഒരു ദൈവ പൈതൽ മിണ്ടാതിരുന്ന് ലോകത്തോടും സമൂഹത്തോടും ഒന്നും കംപ്ലൈൻറ്റ് പറയാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നെങ്കിൽ ദൈവം അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടുത്തെ ആ സീറ്റാണ് എന്നേക്കുമുള്ള കസേര എന്ന് പറയുന്നത്. സമാധാനം നമ്മൾ പറയുമ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതമല്ല, വെല്ലുവിളികളില്ലാത്തൊരു ജീവിതമല്ല. ഇതിൻ്റെ എല്ലാം നടുവിലും അത്യുന്നതനായ രാജാവായ നമ്മുടെ അരുമരക്ഷകനെ കാണാൻ കഴിയുന്നെങ്കിൽ, എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, അവിടെയാണ് നമുക്ക് വാസ്തവത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്, വിസിബിൾ ഫാക്റ്റ് എന്ന് പറയാം അല്ലേ, നമ്മളതിനെ വിശ്വസിച്ച് പോകാറുണ്ട്. ശരിയാണ്, നമ്മുടെ മുമ്പിൽ തെളിവായി നിൽക്കുന്നു, കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. എന്നാൽ അതിനപ്പുറത്തായിട്ടൊരു ഇൻവിസിബിൾ ട്രൂത്ത് ഉണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആകാശത്ത് നോക്കിയാൽ സൂര്യൻ കിഴക്കാങ്ങ് ഉദിച്ച് പെതുക്കെ പുള്ളി ഇങ്ങനെ പടിഞ്ഞാറോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ. കണ്ണുകൾ കൊണ്ട് കാണുമ്പം അത് ഒരു ഫാക്റ്റാണ്. പക്ഷേ ട്രൂത്ത് അതല്ല. നമുക്കറിയാം സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നത്, ഭൂമി ചുറ്റും കറങ്ങി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ചില ഫാക്റ്റുകളിൽ മാത്രം നമ്മൾ ആശ്രയിക്കാതെ അതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ ആ കരങ്ങളെ കാണാൻ നമുക്ക് കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എലീശ പ്രവാചകൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം നമുക്കറിയാം. തൻ്റെ ദാസൻ എന്ത് ചെയ്തു? രാവിലെ എഴുന്നേറ്റിട്ട് അവനെ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കണി കാണുന്ന എന്തോന്നറിയോ? ഒരു സൈന്യം തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നു.
അയ്യോ യജമാനനേന്ന് ഒറ്റ വിളി. യജമാനൻ വിചാരിച്ചു എന്താ പറ്റിയിട്ട്, ഇവൻ രാവിലെ വെളിയിലെങ്ങാനും തെന്നി വീണാണോ എന്ന് ചിന്തിച്ച് കാണും ചിലപ്പോൾ. വന്ന് നോക്കിയപ്പോൾ ഇവൻ വിഷമിച്ച് നിൽക്കുക. യജമാനനെ, നമ്മുടെ കാര്യത്തിനൊരു തീരുമാനമായി. നോക്കിയേ, സൈന്യങ്ങളെ നിങ്ങൾ. അപ്പം എലീശയ്ക്ക് ഒരു വ്യത്യാസവും ഇല്ല, ഭാവ വ്യത്യാസം. അവൻ പറഞ്ഞു, എടാ നിനക്കൊരു കാര്യം അറിയാവോ, നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. ഇവൻ വിചാരിച്ചു ഈ ഒന്നാമത് രാത്രിയിൽ ഉറക്കം എഴുന്നേറ്റ് വന്ന എലീശ അല്ലേ, പ്രായവുമായി, പുള്ളിക്ക് എന്തോ പ്രശ്നം പറ്റിയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എലീശ ഒരു പ്രാർത്ഥന പറഞ്ഞു, കർത്താവേ ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണേ കർത്താവേ. ഇവൻ ഈ വിസിബിളായിട്ടുള്ള ഫാക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ, അതിൻ്റെ പുറകിലുള്ള ദൈവത്തിൻ്റെ ഇൻവിസിബിൾ പ്രസൻസ്, അദൃശ്യനായ ദൈവത്തിൻ്റെ കരങ്ങൾ കാണാൻ അവന് കഴിയുന്നില്ല കർത്താവേ എന്നൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്തു ചെയ്തു, അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എലീശയ്ക്ക് ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നു. മറ്റേത് പട്ടണത്തിൽ മാത്രമേ ഉള്ളായിരുന്നു, ഇത് പക്ഷേ മല മുഴുവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് അവൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചു. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഈ മുമ്പിൽ കാണുന്ന തെളിവുകളും പ്രശ്നങ്ങളെയും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അവരെന്നോട് ഇങ്ങനെ ചെയ്തു, അല്ലെ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹം നമ്മളോട് കൂടെയുണ്ട്. നമ്മളോട് ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് പലപ്പോഴും നഷ്ടമാകാറുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഞായറാഴ്ച ദിവസം നമുക്ക് പാടാനും ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഒക്കെ ഈസിയാണ്. കാര്യം നമ്മൾ ഇന്ന് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കർത്താവിനെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? കൺസിസ്റ്റൻ്റായിട്ട്, സ്ഥിരമായിട്ട് എൻ്റെ യേശു എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാവോ? Ephesians chapter 3 verse 1. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. പൗലോസ് പറയുന്ന ഒരു വേദഭാഗം നമ്മളിത് വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് എഫേസ്യർക്ക് എഴുതുന്ന ലേഖനമാണ്. എഴുതുന്ന സമയത്ത് പൗലോസ് തടവറയിലാണ്, ജയിലിലാണ്. തന്നെ ജയിലിലാക്കിയിരിക്കുന്ന അവിടുത്തെ റോമ സാമ്രാജ്യമാണ്. അന്നത്തെ ചക്രവർത്തിയായിരിക്കുന്നത് നീറോ ആണ്. യേശുവിനെ പിൻപറ്റിയെന്നും സുവിശേഷം അറിയിക്കുന്നതിന് പേരിൽ സുവിശേഷ വേല നിമിത്തമാണ് പൗലോസ് തടവറയിലായിരിക്കുന്നത്. പക്ഷെ താൻ എഴുതുമ്പോൾ താൻ ഒരു കാര്യം പറയണം, ഐ എം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. അതെങ്ങനെ പറയാൻ പറ്റുന്നേ? യേശു അല്ലല്ലോ ഡയറക്റ്റായിട്ട് പൗലോസിനെ പിടി ജയിലിലിട്ടത്. പക്ഷേ പൗലോസ് പറയുക, ആരെല്ലാം എന്തെല്ലാം എനിക്കെതിരെ ചെയ്താൽ എനിക്കൊരു കാര്യം ബോധ്യമുണ്ട്, ഞാൻ ക്രിസ്തുയേശുവിൻ്റെ തടവറയിൽ പാർക്കുന്ന തടയാളിയാണ്. ആ ഒരു ഉറപ്പ്, ഐ എം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് പലപ്പോഴും ഇത് ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. ഏത് സാഹചര്യത്തിലൂടെ പോകുമ്പോഴും എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ കർത്താവ് അറിയാതെ എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ തടവറയിലായിരിക്കുന്നെങ്കിൽ ഭരണാധികാരികളല്ല എന്നെ തടവറയിലായിരിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ അനുമതിയോടുകൂടെയാണ് ഞാൻ ഈ സാഹചര്യത്തിലായിരിക്കുന്നത് എന്ന് പറയാൻ നോക്കാൻ സാധിക്കും. പ്രിസണർ എന്നുള്ള വാക്കിൻ്റെ അതിൻ്റെ ഒറിജിനൽ അർത്ഥം ഡെസ്മിയോസ്, അതായത് ഒരു ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി, സംതിങ് ടു ലിങ്ക്ഡ് ടു അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്, ബൗണ്ട് ടു, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഞാൻ കർത്താവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 22-ാം വാക്യം ഇങ്ങനെ വായിക്കാമോ? ആക്ട്സ് ചാപ്റ്റർ വേഴ്സ് 20 വേഴ്സ് 22. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. അതെ, അടുത്ത വാക്യം കൂടെ. ദൈവത്തിങ്കലേക്കുള്ള 23-ാം വാക്യം. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ല, അവിടെ എനിക്ക് നേരിടുവാനുള്ള ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തേക്കണമെന്നേ എനിക്ക്. പൗലോസ് പറയാ, ഞാൻ യെരൂശലേമിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അവിടെ എനിക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും ബന്ധനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ എനിക്ക് കാത്തിരിക്കുന്നു. പക്ഷെ ഐ എം ബൗണ്ട് ടു ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പോകുന്നിടത്തെല്ലാം എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. മാത്രമല്ല, ഞാൻ എൻ്റെ പ്രാണനെ
വിലയേറിയതായി എണ്ണുന്നില്ല. 3 കാര്യങ്ങളാണ്. ആത്മാവിൽ ഞാൻ ബന്ധിക്കപ്പെട്ടവനാണ്, 1. രണ്ടാമത് എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, 3. കർത്താവ് യേശു തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും നമുക്ക് ഈ ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ കർത്താവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. രാജാധിരാജാവായ എൻ്റെ അരുമരക്ഷകനുമായി ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ ഒരു ക്യാപ്റ്റീവാണ് ഞാൻ, അവൻ്റെ അടിമയാണ്, അവൻ്റെ ഇഷ്ടം ചെയ്യുവാനായി വിളിക്കപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവമാണ് നിയന്ത്രിക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടോ? നമ്മൾ ആരുമായിട്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? അല്ലേ? സഭായത്തിന് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ വീട്ടിൽ അകത്തങ്ങാണൊരു CCTV ഒക്കെ ഉണ്ടെങ്കിൽ അറിയാം നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ മനോഭാവം, കൂട്ടാളികളോടുള്ള നമ്മുടെ ആ സ്നേഹം, നമ്മൾ സമൂഹത്തോടുള്ള നമ്മുടെ ആ ബന്ധം, ഇതെല്ലാം ഓർക്കുമ്പോൾ ലോകം പറയുമോ, ഇരുട്ടിൽ ജീവിക്കുന്ന വ്യക്തി പറയുമോ ഈ വ്യക്തി ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് പറയാൻ കഴിയുമോ? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിൻ്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവുമായിട്ട് അങ്ങനെ ബന്ധിക്കപ്പെട്ടവനായിരിക്കാൻ സാധിക്കുകയുള്ളൂ. പൗലോസ് എല്ലാം ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ തന്നെ സമർപ്പിച്ചു. ദൈവത്തിൻ്റെ അധികാരത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വേറൊരു ഭാഗം കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് ഈ മെസ്സേജ് നിർത്തും. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പിശാചിന് നമ്മളെ തടയാൻ പറ്റുമോ? നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ഹിൻഡ്രൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ദൈവമാണ് പരമാധികാരി, നാം ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ പിശാചിന് ഹിൻഡ്രൻസ് ഉണ്ടാക്കാൻ കഴിയുമോ? ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്ക് 2-18 വാക്യം. 1 Thessalonians chapter 2 verse 18. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. പൗലോസ് പറയാണ്, അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങളുടെ അടുക്ക വരാൻ പല പ്രാവശ്യം ഞാൻ നോക്കി, പക്ഷേ അവൻ സമ്മതിച്ചില്ല. ആരാ? സാത്താൻ തടുത്തു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതുപോലെ നമ്മുടെ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, എന്നെ കുത്തുവാൻ സാത്താൻ്റെ ഒരു ദൂതനെ ദൈവം അയച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. ദൈവം ചിലപ്പോൾ പിശാചിനെ അനുവദിക്കും നമ്മളെ തടയാൻ, അല്ലെങ്കിൽ നമ്മളെ കുത്താൻ. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിനൊരു പർപ്പസുണ്ട്. നമ്മൾ പലപ്പോഴും വെറുതെ പിശാചിന് മഹത്വം കൊടുക്കുന്നവരാണ്. പണ്ടൊരാൾ പ്രസംഗിച്ചു, ആദാം ഏത് സഭക്കാരനാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഹൗവ പെന്തിക്കോസുകാരത്തിയായിരുന്നു പറഞ്ഞു. കാര്യം എന്തോ പറഞ്ഞാലും ഉടനെ പിശാചിൻ്റെ കാര്യം പറയുമായിരുന്നു, അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സഹോദരൻ വീട്ടിൽ വീണു എന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ പോയി. യാത്രയൊക്കെ ചെയ്ത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ആ വീഴ്ചയുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം സ്റ്റൗവിൽ നിന്ന് വെള്ളം ചൂടാക്കി ബക്കറ്റിലെടുത്ത് ബാത്റൂമിൽ കൊണ്ടുവരുന്ന വഴിക്ക്, തിരിച്ചു വരുന്ന വഴിക്ക് എവിടെയോ വെച്ചിട്ട് വെള്ളം വീണിട്ടുണ്ട്, ഞാൻ കണ്ടില്ല, തട്ടിയടിച്ച് വീണു എന്നൊക്കെ സ്റ്റോറി ഡീറ്റെയിലായിട്ട് പറഞ്ഞപ്പം ആ പ്രിയ സഹോദരി അടുത്തിരിപ്പുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, മോനെ ഇതൊന്നുമല്ല കാര്യം, അവൻ്റെ പണിയാന്ന് പറഞ്ഞു. കാര്യം എല്ലാത്തിലും മഹത്വം ആർക്കാണ് കൊടുക്കുന്നത്? പിശാചിനാണ് കൊടുക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ചില സമയത്ത് പിശാച് ചിലതിന് ദൈവം പിശാചിനെ അനുവദിക്കും. ഇവിടെ തന്നെ നോക്കി, പൗലോസ് തെസ്സലോനിക്കയ്ക്ക് പോയാൻ പറ്റിയായിരുന്നെങ്കിൽ നമുക്കൊരു വലിയ കാര്യം മിസ് ചെയ്യുമായിരുന്നു. ആ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച്, വിശുദ്ധന്മാരുടെ ഉയർപ്പിനെക്കുറിച്ചൊക്കെ മഹത്വകരമായി പ്രസ്താവിച്ചിരിക്കുന്ന ആ ലേഖനം ഇന്ന് സഭയ്ക്ക് ഒരു പക്ഷേ നഷ്ടമായിരുന്നു. സാത്താൻ അന്ന് തടുത്തതുകൊണ്ട് നമുക്കിനി അനുഗ്രഹിക്കപ്പെട്ട ലേഖനം കിട്ടി. പൗലോസിനെ കുത്താനൊരു സാത്താൻ്റെ ദൂതനെ അയച്ചത് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു, അല്ലേ? ശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും നിഗളിച്ചു പോയി താൻ അങ്ങനെ ഒരു അനർത്ഥത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ദൈവം അനുവദിച്ചു കൊടുത്തതാണ്. എങ്കിൽ ദൈവമക്കളെ നോക്കുക, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചിലതെല്ലാം അനുവദിക്കുന്നുവെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിനൊരു വലിയ പർപ്പസ് ഉണ്ട്. കാര്യം അവിടുന്ന് പരമാധികാരിയായ ദൈവമാണെന്നുള്ള സത്യം നമ്മൾ ഓർക്കണം. കർത്താവിൻ്റെ അടുക്കിലേക്ക് സാത്താൻ ചെന്നിട്ട് യോബിനെക്കുറിച്ച് സാത്താൻ തന്നെ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. എന്തോ പറഞ്ഞ്, വെറുതെയാണോ അവനിങ്ങനെ സുഖമായിട്ടിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ല. ഒരു വലിയ മർമ്മമാണ് പിശാച് പഠിപ്പിച്ചത്, സത്യം പറഞ്ഞല്ലേ. ഒരു ദൈവ പൈതലിൻ്റെ ജീവനെ, അവൻ്റെ വീടിനെ, അവനുള്ള സകലത്തിലും സ്വർഗത്തിലെ ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് കയറണമെങ്കിൽ ആരനുവദിക്കണം?
നമ്മുടെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കണം. ദൈവമക്കളെ, ഞാനൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നിരിക്കട്ടെ. നമുക്ക് ആ ഒരു ഉറപ്പുണ്ടോ? കർത്താവാണ് പരമാധികാരി, അവിടുന്ന് രാജാധിരാജാവാണ്, എന്നേക്കുമുള്ള സിംഹാസനത്തിലിരുന്ന് വാണരുളുന്ന ദൈവമാണ് എൻ്റെ സ്വർഗീയ പിതാവ്. അവിടുന്ന് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സംഘത്തിൽ വായിച്ചതുപോലെ എൻ്റെ ചുവടുകൾ പോലും സ്വർഗത്തിലെ ദൈവമാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഞാൻ ദൈവപൈതലായി ജീവിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരും എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നുണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ, അപ്രത്യക്ഷമാകുമ്പോൾ, അതിൻ്റെ പിന്നിൽ എന്നേക്കുമുള്ള സിംഹാസനം, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ആ സ്വർഗീയ പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? കണ്ണുകൾ കൊണ്ട് കാണുന്ന തടസ്സങ്ങൾക്കും പ്രതിസന്ധിക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ ഒരു ഇൻവിസിബിൾ ഹാൻഡുണ്ട്, ദൈവത്തിൻ്റെ അദൃശ്യമായ കരമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? മാത്രമല്ല, നമ്മൾ വായിക്കുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി. 2 കണ്ടീഷനേ ഉള്ളൂ. 1, അവർ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരായിരിക്കണം. 2, ദൈവത്തിൻ്റെ പർപ്പസിന്, ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമായി തങ്ങളെ തന്നെ ജീവിപ്പാൻ സമർപ്പിച്ചവരായിരിക്കണം. എങ്കിൽ സർവശക്തനായ ദൈവം എല്ലാം നന്മയ്ക്കാക്കി തീർക്കും എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിലേക്ക് നോക്കാം, പ്രത്യാശയോടെ സന്തോഷത്തോടെ അനേകർക്ക് ഒരു നല്ല സാക്ഷ്യമായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.